ഇന്ന് ചിക്കനൊക്കെ പൊരിച്ച് ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കിയാലോ? കാശ്മീർ ചില്ലിയും നല്ല എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും നല്ല കട്ടി തൈരും ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി കുഴച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി മസാലയിലേക്ക് വേണ്ട സവാള ഒന്ന് വറുത്തെടുക്കണം. നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത സവാള ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കാം. ഏകദേശം ഇതുപോലെ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നെടുത്ത് മാറ്റി വെക്കണം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് ഓയിലും നെയ്യും കൂടെ ഒഴിച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നേരത്തെ വറുത്ത് വെച്ച സവാളയിൽ നിന്നും 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. തക്കാളി നന്നായി വെന്ത ശേഷം ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിയിലയും പുതിനയിലയും തൈരും വറുത്ത ചിക്കനും മസാലയിലേക്ക് ചേർക്കണം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കണം. റൈസ് കുക്ക് ചെയ്യാനായിട്ട് നെയ്യ് ഒഴിച്ച് സ്പൈസസും വറുത്ത സവാളയും ചേർക്കാം. ഇനി ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കാഷ്യൂനട്ടും റൈസിൻസും ചൂടുവെള്ളവും ഒഴിച്ച് റൈസ് വേവിച്ചെടുക്കണം. 1 കപ്പ് റൈസിന് 1.25 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ഈ വെള്ളത്തിലേക്ക് ഒരു ചെറിയ ലെമൺ സ്ലൈസും കൂടി ചേർക്കാം. അരിയിലേക്ക് വേണ്ട ഉപ്പും മല്ലിയിലയും പുതിനയിലയും കഴുകിയ കൈമ റൈസും ചേർത്ത് ഇളക്കി തിളച്ച് വരുമ്പോൾ നല്ലോണം ടൈറ്റായി അടച്ച് 6-7 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി റെഡിയാക്കി വെച്ച മസാലയിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. വറുത്ത സവാളയും കാഷ്യൂനട്ടും റൈസിൻസും മല്ലിയിലയും പുതിനയിലയും മുകളിലിട്ട് നന്നായി കവർ ചെയ്ത് ചെറിയ ചൂടിൽ 10 മിനിറ്റ് ദം ചെയ്തെടുത്ത ബിരിയാണി റെഡിയായി.